ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു 5 മിനിറ്റ് പ്രാക്ടീസാണ് ഇന്ന് പറയുന്നത്. അപ്പൊ പ്രാക്ടീസ് 5 മിനിറ്റ് ആണെങ്കിലും ഇതിലൂടെ ഒരു ദിവസം മുഴുവൻ നമുക്ക് പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നല്ലൊരു മികച്ച ദിവസമാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. ഒരു ബിസി ഷെഡ്യൂള് അല്ലെങ്കിൽ രാവിലെ അധികം സമയമോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെ ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്യാനും മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ നല്ല ചിന്തകൾ ഉണർത്താനും പറ്റിയ 2 ബെസ്റ്റ് ടൈമാണ്. ഒന്ന് മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുന്ന ടൈമും അതുപോലെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ടൈമും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം ഇതിലേതെങ്കിലുമൊക്കെ ഒരു ടൈം എടുത്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഇനി എന്ത് ഒരു വിഷ് ആണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വേഗത്തിൽ എത്തിക്കാനും അതുപോലെ ബ്ലോക്സുകൾ ഇല്ലാതെ കൂടുതൽ പോസിറ്റീവ് റിസൾട്ട്സുകൾ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, ഈ രാവിലെ എഴുന്നേറ്റത് മുതലുള്ള ആ ഒരു കുറച്ച് ടൈം നമ്മൾ പറയുന്നതും ചെയ്യുന്നതും അതുപോലെ ചിന്തിക്കുന്നതുമായിട്ടുള്ള ഏതൊരു കാര്യവും നമ്മളുടെ ബ്രെയിനിന്റെ എനർജി ഫീൽഡിലേക്ക് നേരെ എത്തുന്നു. ഒരു ഹൈ ഫ്രീക്വൻസി ലെവലിലേക്ക് ഉള്ള ഒരു ടൈമാണ്. കാരണം മോർണിംഗ് ടൈം നമുക്കറിയാം, നമ്മളുടെ മൈൻഡ് റിലാക്സ്ഡ് മോഡിലായിരിക്കും. അതുപോലെ യൂണിവേഴ്സ് മൊത്തത്തിലൊന്ന് കാം ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ടൈമായിട്ടൊക്കെയാണ് ഈ ഒരു മോർണിംഗ് ടൈമിനെയൊക്കെ കാണാറുള്ളത്. അപ്പോൾ ആ ഒരു ഹൈ എനർജി ലെവലിൽ നിൽക്കുന്ന ടൈം കൂടി ആയതുകൊണ്ട് 2 രീതിയിലും അനുകൂലമായ ഒരു സമയത്തെ ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് യൂസ്ഫുൾ ആക്കുന്ന ഒരു പ്രാക്ടീസാണിത്. നമുക്ക് 3 സ്റ്റെപ്പിലൂടെ ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണ്. വേൾഡ് ഫേമസ് മെന്റർ ആയിട്ടുള്ള ബോബ് പ്രോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേൾഡ് വൈഡ് ഒരുപാട് ആളുകൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കൂടിയാണ് ഇത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതിന് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ബ്രീത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം രാവിലെ നമ്മൾ കണ്ണ് തുറന്ന് ഒരു 5 മിനിറ്റ് ആ ബെഡിൽ കിടന്നുകൊണ്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് വേണമെങ്കിലോ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ബ്രീത്ത് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് ആ ഒരു സമയം തന്നെ 3 ഡീപ്പായിട്ടുള്ള ബ്രീത്തുകൾ എടുത്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. ഓരോ ബ്രീത്ത് എടുത്ത് വിടുമ്പോഴും നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു നന്ദി വാചകം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയണം. അതിങ്ങനെയാണ്: ഈ പുതിയ ദിവസത്തിനും എൻ്റെ ജീവിതത്തിനും എൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനും നന്ദി. ഇതുപോലെ തന്നെ പറയുക: ഈ പുതിയ ദിവസത്തിനും എൻ്റെ ജീവിതത്തിനും എൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനും നന്ദി. 3 തവണയും നമ്മൾ ശ്വാസം എടുത്ത് വിടുമ്പോൾ ഈ ഒരു കാര്യം ഉറക്കൊന്നും പറയണം എന്നില്ല, മനസ്സിലിങ്ങനെ നമ്മളൊന്ന് കാമായിട്ട് പറഞ്ഞുകൊണ്ട് മതിയാകും. അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ ആദ്യത്തെ ചിന്ത തന്നെ നന്ദിപൂർവമാണ്. ആ ഒരു ദിവസത്തെ, ആ ഒരു ജീവിതത്തെ, നമ്മളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തെ നമ്മൾ നന്ദിപൂർവം ഓർമ്മിച്ചുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത്. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി 2ാമത്തെ സ്റ്റെപ്പിന് നമ്മൾക്ക് അഫർമേഷൻ കോൾ എന്നാണ് അതിന് പറയുന്നത്. നമ്മളിവിടെ പോസിറ്റീവ് അഫർമേഷൻസ് പറയാനുള്ള ഒരു ടൈമായിട്ട് ഇതിനെ എടുക്കാം. നമ്മൾ ഒരുപാട് അഫർമേഷൻസ് ഒന്നും കുത്തി നിറച്ച് ഇവിടെ പറയേണ്ടതിന്റെ ആവശ്യമില്ല. നമ്മുടെ ലൈഫിനെ മൊത്തത്തിലൊന്ന് എടുത്തുകൊണ്ട് പറയാവുന്ന 1-2 അഫർമേഷൻസുകൾ മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും. ഞാൻ ഈ പറയുന്ന അഫർമേഷൻസ് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ എല്ലാ അർത്ഥത്തിലും സമ്പന്നനാണ്. 2ാമത്തത്, എൻ്റെ സമാധാനവും നന്മയും നിറഞ്ഞ ജീവിതത്തിന് നന്ദി. 3ാമത്തെ അഫർമേഷൻസ്, ഓരോ ദിവസവും പ്രപഞ്ചം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി. അപ്പൊ ഇവിടെ ഈ 3 അഫർമേഷൻ, ഞാൻ എല്ലാ അർത്ഥത്തിലും സമ്പന്നനാണ്. അത് പണത്തിലായാലും നമ്മളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഏതൊരു മേഖലയിലും നമ്മൾ സമ്പന്നനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊരു കരിയർ, നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും നമ്മളുടെ സമ്പന്നതയാണ് നമ്മളിവിടെ പറയുന്നത്.
ഇനി എൻ്റെ സമാധാനവും നന്മയും നിറഞ്ഞ ജീവിതത്തിന് നന്ദി. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനം ഉണ്ടാകണമെന്നും നന്മകൾ ഉണ്ടാകണം എന്നാണ്. അപ്പം അതിനും നന്ദി. ഇനി ഓരോ ദിവസവും പ്രപഞ്ചം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി. അതായത് നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നമ്മളിവിടെ നന്ദിയാൽ പറയുകയാണ്, നമ്മൾ ഓർമ്മിക്കുകയാണ്. അപ്പം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളെയാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു അഫർമേഷൻ. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞാൽ മതിയാകും. ഇത് നമ്മൾ ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പതിയെ നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീവ്സ് നല്ല സ്ട്രോങ് ആക്കുകയും അതിനനുകൂലമായിട്ടുള്ള റിസൾട്ടുകളെ നമ്മളിലേക്ക് എത്തിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തെ പ്രതികൂലമാക്കുന്ന രീതിയിൽ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ആ ഒരു നെഗറ്റീവ് ബിലീവ്സ് ഒക്കെ ഇതിലൂടെ പതിയെ പതിയെ ഇല്ലാതാവുകയും ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളാൽ ആ ഒരു കാര്യത്തെ നമുക്ക് റീപ്ലേസ് ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗോളോ അല്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ അച്ചീവ് ചെയ്യാനോ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ റിലേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് അഫർമേഷനും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയും പറയാം. ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളിത് പറയുന്ന ദിവസം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടാർഗറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു കാര്യവും കൂടി ചേർത്ത് പറയാം. ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ എക്സാമിന് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചതിന് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് വരുവാണെങ്കിൽ എൻ്റെ എക്സാമുകൾക്ക് എനിക്ക് ഉന്നത വിജയം സാധിച്ചതിന് നന്ദി. ഇങ്ങനെ എന്തെങ്കിലും ആ ഒരു സ്പെഷ്യൽ ഡേയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കൂടി പറയാം. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നമ്മളൊരു 1-2 മിനിറ്റ് മാത്രം എടുത്ത് നമുക്ക് നടക്കേണ്ടതായിട്ടുള്ള ഒരാഗ്രഹത്തെ അത് നടന്നു കഴിഞ്ഞതായിട്ട് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളെ ഒന്നിച്ച് വിഷ്വലൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഒരെണ്ണം എടുക്കാൻ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്കൊരാളുമായിട്ട് വിവാഹം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളുമായിട്ടുള്ള എൻ്റെ വിവാഹം ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, മനസ്സിലൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിവാഹശേഷമുള്ള നമ്മളുടെ ആ ഒരു ഇമേജും നമ്മളുടെ പേരൻസും ഫ്രണ്ട്സും ഒക്കെ വന്ന് നമ്മളെ വിഷ് ചെയ്യുന്നതും നമ്മളെ ബ്ലെസ് ചെയ്യുന്നതും, എന്നിട്ട് ആ ഒരു വെഡ്ഡിങ് പിക്ചർ, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആ ഒരു അങ്ങനെയൊക്കെയുള്ള പിക്ചേഴ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നുവെച്ചാൽ ആ ഒരു ആഗ്രഹം സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിക്ചർ ഉള്ളിൽ വരാൻ അത് ഹെൽപ്ഫുള്ളാണ്. ഞാൻ എപ്പോഴും എനിക്ക് പണ്ടൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അഫർമേഷൻസുകളും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ പിക്ചർ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഇത് 3 ഈ ഒരു പ്രാക്ടീസ്. ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് 3 ബെഡിലിരുന്ന് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ദിവസത്തിലെ മറ്റെന്ത് കാര്യങ്ങളിലേക്കും കടക്കാവുള്ളൂ. ബെഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. 21 ദിവസം പ്രാക്ടീസ് ചെയ്യാനാണ് ബുക്സുകളിലും അതുപോലെ മെന്റേഴ്സും ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതൊരു ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാക്കി മാറ്റണം. കാരണം നമ്മൾ അത്രയും നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ തരുന്ന, ഒരു ആത്മവിശ്വാസമൊക്കെ തരുന്ന ഒരു പ്രാക്ടീസാണിത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം എനിക്കിത് ചെയ്യാതിരിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറിയിട്ടുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണ്. നമ്മളതൊരു ഡെയിലി റുട്ടീനായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നല്ലൊരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് തരുന്നത്. ഫസ്റ്റ് തോട്ട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ അങ്ങ് തുടങ്ങിയാണ്. പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു, അതൊന്നും ഒരു കാര്യമല്ല. പക്ഷെ നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോസിറ്റിവിറ്റിയിലൂടെയാണ്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഓരോ ദിവസവും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും ഉണർന്നെഴുന്നേറ്റ് ആ ഒരു ദിവസം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാകും എന്നെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം പോകെ പോകെ നമ്മുടെ ലൈഫിൽ ഒരു മാജിക്കലായിട്ടുള്ള ചേഞ്ചസും നല്ല നല്ല കാര്യങ്ങൾ മാറി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായും കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ
സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.